ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ദിവ്യയുടെ ഹോസ്റ്റലിലേക്ക് താമസം മാറാനായി തീരുമാനിച്ച നിധി ഹോസ്റ്റലിൽ ഒരു മാസത്തെ റെന്റ് ഒക്കെ കൊടുത്തതിന് ശേഷം സുഭാഷിനെ കാണാനായി പണിസ്ഥലത്തേക്ക് വരികയാണ്. ജോലി ചെയ്യുന്ന സുഭാഷിനെ കണ്ട് നിധി അവിടെ തന്നെ നിൽക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, നിധി മോളെ നീ എപ്പോഴാ വന്നത്? എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? എന്നെ വിളിക്കത്തില്ലായിരുന്നോ? അപ്പൊ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടൻ ജോലി ചെയ്യുകയല്ലായിരുന്നോ, അതാ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചേ. അപ്പൊ സുഭാഷ് പറയുകയാണ്, എത്ര നേരം അതിന് മോൾ ഇവിടെ നിൽക്കും? എന്നെ വിളിച്ചാ പോരായിരുന്നു? അവനാശെ നിധിക്ക് ഒരു ജ്യൂസ് വാങ്ങിച്ചോണ്ട് വാ. ശരി സുഭാഷ് ഭയ്യ എന്ന് പറഞ്ഞ് അവനാശ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പൊ സുഭാഷ് പറയുന്നു, നിധി ഇന്നലെ നടന്നത് നടക്കാൻ പാടില്ലാത്തതാണ്. എനിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ വിഷമം തോന്നുക. സുധീഷ് ചെയ്ത തെറ്റിന് മോളോട് എത്ര തവണ ക്ഷമ പറഞ്ഞാലും മതിയാകില്ല. ഞങ്ങള് വീട്ടിലുള്ളപ്പോഴാണ് ഇത് നടന്നത്. അത് ശ്രദ്ധിക്കാതെ വിട്ടത് ഞങ്ങളുടെ തെറ്റാ. അതുകൊണ്ടല്ലേ മോൾ ഒരുപാട് ഭയന്നത്. ക്ഷമിക്കും മോളെ. അപ്പൊ നിധി പറയുകയാണ്, അയ്യോ അത് സാരമില്ല സുഭാഷ് ഏട്ടാ. എത്ര തവണയാ സുഭാഷ് ഏട്ടൻ സോറി പറയുക? ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നത്. എന്താ മോളേന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടൻ തെറ്റിദ്ധരിക്കരുത്. അതൊന്നുമില്ല മോള് പറയാന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, ഞാൻ നമ്മുടെ വീട്ടിൽ നിന്നും മാറുക സുഭാഷ് ഏട്ടാ. അവിടെ നിന്ന് പോവാ. ഇത് കിട്ടിഞ്ഞിട്ട് സുഭാഷ് ചോദിക്കുന്നു, പോവാണെന്ന് പറഞ്ഞാൽ മോളെന്തിനാ അവിടെ നിന്ന് പോകുന്നത്? നടന്നത് തെറ്റാ, വലിയ തെറ്റാ. അതുകൊണ്ട് വീട് വിട്ടു പോണോ? അപ്പൊ നിധി പറയുകയാണ്, അതല്ല സുഭാഷ് ഏട്ടാ, ഞാനൊരു ഹോസ്റ്റല് കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് മാറാൻ തീരുമാനിച്ചു. എന്റെ കൂടെ ദിവ്യ എന്ന് പറയുന്ന ഒരു കുട്ടി ജോലി ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, ദിവ്യ ആ ഹോസ്റ്റലിലാ താമസിക്കുന്നത്. അവിടേക്ക് മാറുന്നതാ ശരിയെന്ന് തോന്നുന്നു സുഭാഷ് ഏട്ടാ. ഇനി എനിക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ഞാൻ ഹോസ്റ്റലിലേക്ക് മാറുക. ഇത് കിട്ടി സുഭാഷ് നിധി എന്ന് വിളിക്കുമ്പോൾ നിധി പറയുകയാണ്, പ്ലീസ് സുഭാഷ് ഏട്ടാ എന്നോട് പോകരുതെന്ന് മാത്രം പറയരുത്. ഞാൻ എന്ത് ചെയ്താലും സുഭാഷ് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നാ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞതുപോലെ സുഭാഷ് എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എനിക്ക് വീട്ടിലുള്ള മറ്റുള്ളവരോട് പറയാൻ വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സുഭാഷ് ഏട്ടന്റെ അടുത്ത് വന്ന് പറഞ്ഞത്. ഇനി ഞാൻ അവിടെ താമസിക്കുന്നത് ശരിയാകില്ല. പ്ലീസ് സുഭാഷ് ഏട്ടാ എന്നോട് പോകരുതെന്ന് മാത്രം പറയരുത്. സുഭാഷ് ചോദിക്കുന്നു, അപ്പൊ മോള് പോകാൻ തീരുമാനിച്ചു എന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു നോക്കും മോളെ. അപ്പൊ നിധി പറയുന്നു, ഇല്ല സുഭാഷ് ഏട്ടാ ഈ കാര്യത്തില് സുഭാഷ് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ നിൽക്കണം. പ്ലീസ് സുഭാഷ് ഏട്ടാ വേണ്ടെന്ന് മാത്രം പറയരുത്. എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല. സുഭാഷ് ഏട്ടന് മനസ്സിലാകുമല്ലോ. ആ ഹോസ്റ്റല് നല്ല ഹോസ്റ്റലാ. എന്റെ കൂടെ ജോലി ചെയ്യുന്ന 1-2 പേർ ആ ഹോസ്റ്റലിലാ താമസിക്കുന്നത്. ഞാൻ നന്നായി അന്വേഷിച്ചു. നമ്മുടെ വീട്ടിൽ നിന്നും ഒരുപാട് ദൂരമൊന്നുമില്ല. എപ്പോ വേണമെങ്കിലും എനിക്ക് സുഭാഷ് ഏട്ടനെ വന്ന് കാണാം. സുഭാഷ് ഏട്ടനും എന്നെ വന്ന് കാണാം. പ്ലീസ് സുഭാഷ് ഏട്ടാ എനിക്ക് പോയേ പറ്റൂ. വിഷമത്തോടുകൂടി ഒന്ന് ആലോചിച്ച് സുഭാഷ് പറയുന്നു, ശരി മോളെ, മോക്ക് എന്താ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യ്. ഞാൻ മോളെ കൊണ്ടുപോയി വിടാം. മോള് തനിച്ചൊന്നും പോകണ്ട. അപ്പൊ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടൻ ഉറപ്പായിട്ടും വരണം. ഞാൻ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ ലോക്കൽ ഗാർഡിയൻ സൈൻ ചെയ്യണം. സുഭാഷ് ഏട്ടൻ വേണം വന്ന് സൈൻ ചെയ്യാൻ. ഇത് കേട്ട് പുഞ്ചിരിച്ച് തലയാട്ടി സുഭാഷ് പറയുന്നു, ശരി മോളെ, ഞാൻ വന്ന് സൈൻ ചെയ്ത് മോളെ കൊണ്ടാക്കിയിട്ട് വരാം. അതിലൊരു പ്രശ്നമില്ല. ഈ സമയം ജ്യൂസുമായി അവിടേക്ക് വരികയാണ് അവിനാഷ്. ഇതാ കുടിക്കെന്ന് പറഞ്ഞ് ജ്യൂസ് വാങ്ങിച്ച നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് സുഭാഷ് ഏട്ടൻ എന്നെ തെറ്റിദ്ധരിക്കില്ലല്ലോ എന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, ഇല്ല മോളെ, മോക്ക് എന്താണോ ശരി അത് ചെയ്. അതിലെനിക്ക് ഒരു പ്രശ്നമില്ല. ജ്യൂസ് കുടിക്ക്. അങ്ങനെ സുഭാഷ് വിഷമത്തോടുകൂടി നിൽക്കുമ്പോൾ നിധി സുഭാഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് രാത്രി വീട്ടിലേക്ക് വന്ന നിധി തന്റെ ഡ്രസ്സുകളെല്ലാം ബാഗിലേക്ക് എടുത്തു വെക്കുകയാണ്. സുഭാഷും നികേഷും വിഷമത്തോടുകൂടി പുറത്തിരിക്കുമ്പോൾ പാട്ടുമായിട്ടുകൊണ്ടിരിക്കുകയാണ് ഭാസ്കരൻ. ഈ സമയം ബൈക്കിൽ വീട്ടിലേക്ക് വരികയാണ് സുധീഷും ഹരീഷും. സുധീഷ് വിഷമത്തോടുകൂടി സുഭാഷിന്റെ അരികിലേക്ക് വരുമ്പോൾ ദേഷ്യത്തോടുകൂടി സുധീഷ് എന്ന് നോക്കിയിട്ട് മുഖം തിരിക്കുകയാണ് സുഭാഷ്. എന്തുപറ്റി സുഭാഷ് ഏട്ടാന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എല്ലാവരും എന്ന് നോക്കിയിട്ട് ഹരീഷ് ചോദിക്കുന്നു, നികേഷ് എന്തു പറ്റിയിടാ? എന്താ എല്ലാവരും ഒരുമാതിരി ഇരിക്കുന്നത്? ദേഷ്യത്തോടുകൂടി സുധീഷിന്റെ അരികിലേക്ക് വന്ന ഷട്ടിൽ കുത്തി പിടിച്ചുകൊണ്ട് നികേഷ് ചോദിക്കുന്നു, ഇപ്പൊ സന്തോഷായോ? എന്തു പറ്റിയിടാന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തി വീട് വിട്ടു പോവാണെന്ന്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സുധീഷും ഹരീഷും. ഹരീഷ് ചോദിക്കുന്നു, വീട് വിട്ടു പോകുന്നോ? വീട് വിട്ടു പോകുക എന്ന് പറഞ്ഞാൽ എവിടെ പോകുന്നത്? അപ്പൊ സുഭാഷ് പറയുകയാണ്, ആ കുട്ടി ഹോസ്റ്റലിലേക്ക് മാറുക. കൂടെ ജോലി ചെയ്യുന്ന കുട്ടി ആ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഹോസ്റ്റലിലേക്ക് പോകാനായി ഒരുങ്ങുകയാണ് നിധി. നികേഷ് ചോദിക്കുന്നു, സുധീഷേട്ടൻ ഇപ്പൊ സന്തോഷമായില്ലേ? ഏട്ടത്തിയുടെ കാര്യം നോക്കി ജീവിക്കുകയല്ലായിരുന്നോ? എല്ലാം നശിപ്പിച്ചില്ലേ സുധീഷേട്ടൻ? കണ്ണു നിറഞ്ഞ സുധീഷ് പറയുന്നു, ഇല്ലടാ സുഭാഷേട്ടൻ എന്താ ഈ പറയുന്നത്? സാധാരണ ഒരു കാര്യം പറയുന്നത് പോലെയാണല്ലോ നിധി ഇവിടുന്ന് പോവാണെന്ന് പറയുന്നത്. വേണ്ടെന്ന് പറ. അപ്പൊ സുഭാഷ് ചോദിക്കുന്നു, ഞാൻ ഏത് മുഖം വെച്ചോണ്ട് പറയണം വേണ്ടാന്ന്? ഇത്രയും നാളും നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണ് ആ കുട്ടി ഇവിടെ താമസിച്ചത്. ഇനി എന്ത് വിശ്വാസത്തിൽ ഇവിടെ താമസിക്കണമെന്ന് പറയണം ഞാൻ? തുടർന്ന് നിധി തന്റെ ബാഗും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എല്ലാവരും വിഷമത്തോടുകൂടി നിധിയെ നോക്കുമ്പോൾ നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ ഞാൻ ഇറങ്ങുവാ. അപ്പൊ നികേഷ് പറയുകയാണ്, ഏട്ടത്തി പോകരുത്. സുധീഷ് ഏട്ടൻ ചെയ്തത് തെറ്റാ. സോറി. വീട് വിട്ടു പോകല്ലേ ഏട്ടത്തി പ്ലീസ്. അപ്പൊ നിധി പറയുകയാണ്, നികേഷ് പ്ലീസ് നീ കരയാതെ. നീ കരഞ്ഞാൽ എനിക്കും വിഷമോ? നീ എന്നെ ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. നീ എന്ത് പറഞ്ഞാലും ഞാൻ ഇനി ഇവിടെ താമസിക്കില്ല. ഇത് കേട്ട് ടെൻഷനോടുകൂടി പുറത്തിരിക്കുകയാണ് ഭാസ്കരൻ. നിധി പറയുന്നു, നിനക്ക് എപ്പോ വേണമെങ്കിലും എന്നെ കാണാൻ വരാം. ഞാനും നിന്നെ കാണാൻ വരും.
ഫോണിൽ നമുക്ക് സംസാരിക്കാം, പ്ലീസ് പോകരുതെന്ന് മാത്രം പറയരുത്. ഇത് കേട്ട് ഏട്ടത്തിന്ന് വിളിച്ച നികേഷ് കണ്ണു നിറങ്ങി നിൽക്കുമ്പോൾ സുഭാഷ് പറയുന്നു, നികേഷേ നിധിയെ പോകാൻ അനുവദിക്കടാ. സുഭാഷ് എന്താ ഇങ്ങനെ പറയുന്നതെന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, നിധിക്ക് പോണോന്നല്ലേ പറയുന്നത്, അവള് പോട്ടെ. ഇത്രയും നല്ലൊരു കുട്ടിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. കാരണം ഞാൻ കുട്ടിയെ വിഷമിപ്പിക്കരുത്. കണ്ണു നിറങ്ങിയ നിധിയുടെ അരികിലേക്ക് വന്ന് സുധീഷ് പറയുന്നു, സോറി നിധി, ഞാൻ ചെയ്തത് തെറ്റാ. അതുകൊണ്ട് വീട് വിട്ടു പോകാൻ തീരുമാനിച്ചാൽ എന്താ അർത്ഥം? നിധി എവിടെയും പോകണ്ട. ഞാനാണ് തെറ്റ് ചെയ്തത്, ഞാനാ പോകേണ്ടത്. ഞാൻ ചെയ്ത തെറ്റിന് നിധി എന്തിനാ പോകുന്നത്? നിധി ദയവ് ചെയ്ത് ഇവിടെ തന്നെ താമസിക്കണം. ദേഷ്യത്തോടുകൂടി നിധി പറയുന്നു, പ്ലീസ് സുധീഷ്, ഞാൻ പോകാൻ തീരുമാനിച്ചു. ദയവ് ചെയ്ത് ഞാൻ പൊയ്ക്കോട്ടെ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പൊ സുധീഷ് പറയുകയാണ്, സോറി നിധി, ഇനി ഇതുപോലെ ഒന്നും നടക്കില്ല, ഉറപ്പ്, പ്ലീസ്. സുഭാഷ് സുധീഷ് എന്ന് വിളിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നത്, എന്താ സുഭാഷേട്ടാ? നിധി പോകാൻ ഒരുങ്ങുമ്പോൾ സുഭാഷേട്ട് സപ്പോർട്ട് ചെയ്യുകയാണോ? നികേഷ് ഒന്ന് സംസാരിക്കണ്ടെന്ന് പറയുന്നു. സുഭാഷ് ഉണ്ടെങ്കിലും ഒന്ന് പറ നിധിയോട് പോകണ്ടെന്ന്. പ്ലീസ് സുഭാഷേട്ടാ ഒന്ന് പറ. നിധി പ്ലീസ് പോകരുതേ. നിധി തന്റെ ബാഗ് എടുക്കുമ്പോൾ സുഭാഷ് പറയുന്നു, മോളെ നിധി, ഞാനും കൂടെ വരാം. അങ്ങനെ സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ സുധീഷ് പറയുകയാണ്, സുഭാഷേട്ടാ പോകണ്ടെന്ന് പറ. എടാ ഹരീഷ്, നീയെങ്കിലും ഒന്ന് പറ പോകണ്ടെന്ന്. നിധി പ്ലീസ് പോകരുതെന്ന് പറഞ്ഞ സുധീഷ് നിധിയുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങുമ്പോൾ നിധി ചോദിക്കുന്നു, എന്താ സുധീഷ് ചെയ്യുന്നേ? എന്റെ ബാഗ് ഇങ്ങോട്ടാ. അങ്ങനെ ബാഗ് പിടിച്ചു വാങ്ങിച്ച് നിധി പറയുകയാണ്, ഇതുവരെ നടന്നതല്ല മതി, ദേവി ചെയ്ത് ഇനി നാടകം കളിക്കണ്ട. നികേഷേ ഞാൻ ഇറങ്ങുവാ, നന്നായി പഠിക്കണം, ഭക്ഷണമൊക്കെ കഴിക്കണേ. ഞാൻ ഹോസ്റ്റലിലേക്കാ പോകുന്നത്, നീ കരയാതെ പ്ലീസ് ഡാ. അവിടേക്ക് വന്ന സുഭാഷ് പറയുന്നു, നിധി നമുക്ക് ഇറങ്ങാം, ബാഗ് ഇങ്ങിതാ. അപ്പൊ സുധീഷ് പറയുകയാണ്, നിധി പ്ലീസ് പറയുന്നത് കേക്ക്. ഹരീഷിന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, ഹരീഷേ ഞാൻ ഇറങ്ങുവാ. അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷിന്റെ ഒന്ന് പറ. ഹരീഷ് നികേഷ് ഒന്ന് പറയടാ. പുറത്തേക്ക് ഇറങ്ങി വന്ന നിധി വിഷമത്തോടു കൂടിയിരിക്കുന്ന ആ ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് സുഭാഷിന്റെ ഒപ്പം മുന്നോട്ട് പോവുകയാണ്. സുഭാഷ് പറയുന്നു, നമുക്ക് കുറച്ച് അങ്ങോട്ടേക്ക് ചെന്ന് ഓട്ടോ പിടിച്ചു പോകാം. അപ്പൊ സുധീഷ് പറയുകയാണ്, എടാ ഹരീഷ് പറയടാ പോകണ്ടെന്ന് പറ. നിധി പോകരുതേ. അങ്ങനെ സുഭാഷും നിധിയും പോകുന്നത് കണ്ണു നിറങ്ങി നോക്കി നിൽക്കുകയാണ് സുധീഷ്. ഭാസ്കരനും ഹരീഷും നികേഷും വിഷമത്തോടുകൂടി നിൽക്കുന്നു. ഗേറ്റിന്റെ അരികിലേക്ക് പോകുന്ന നിധി വിഷമത്തോടുകൂടി തിരിഞ്ഞു നോക്കുന്നുണ്ട്. തുടർന്ന് കണ്ണു നിറങ്ങിയ ഓട്ടോയിലിരിക്കുകയാണ് സുഭാഷും നിധിയും. അവർ വിഷമത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. നിധി ഓർക്കുന്നു, സുഭാഷ് തന്നെ ചായ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്, നികേഷ് ജ്യൂസും ഐസ്ക്രീമും ഒക്കെ വാങ്ങി കൊടുക്കുന്നത്. നിധിയുമായി വഴക്കുണ്ടാക്കിയാല് ഹരീഷ് വൈകുന്നേരം വന്നപ്പോൾ പിണക്കം മാറ്റാനായി കപ്പ് സമ്മാനമായി കൊടുത്തത്. മദ്യപിച്ച് സുധീഷ് തന്റെ റൂമിലേക്ക് കയറി വന്നതും പ്രശ്നം ഉണ്ടാക്കിയതും. നിധി കരഞ്ഞുകൊണ്ട് സുഭാഷിനെ നോക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ? ഒന്നുമില്ല സുഭാഷിന്റെ എന്ന് പറഞ്ഞ് തിരിഞ്ഞിരിക്കുകയാണ് നിധി. തുടർന്ന് സുധീഷ് കണ്ണു നിറങ്ങി നിൽക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് നികേഷ് പറയുന്നു, ഏട്ടത്തി പോയി ഹരീഷ് ഏട്ടാ, ഇനി തിരിച്ചു വരില്ല. നികേഷിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഹരീഷ് പറയുന്നു, നീ കരയാതെടാ, വാ എഴുന്നേറ്റ് വാ, നമുക്ക് അകത്തേക്ക് പോകാം. അങ്ങനെ നികേഷിനെയും കൂടി അകത്തേക്ക് പോവുകയാണ് ഹരീഷ്. ദേഷ്യത്തോടുകൂടി ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് അരികിലേക്ക് വന്ന് സുധീഷ് പറയുന്നു, നിങ്ങളാണിത് മുഴുവൻ ഉണ്ടാക്കിയത്, എല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റ ഒരുത്തനാ. ഇപ്പൊ പോയില്ലേ അവള്? എന്നെ വേണ്ടാന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോയപ്പോ നിങ്ങൾക്ക് സമാധാനമായല്ലോ. ഞാൻ എന്താടാ ചെയ്തതെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ ഞാൻ എന്താ ചെയ്തതെന്നോ? അവൾ എന്നെ വേണ്ടാന്ന് പറഞ്ഞ ഇവിടുന്ന് പോയില്ലേ? അവൾ ഇവിടെ അവളുടെ കാര്യം നോക്കി ജീവിക്കുകയല്ലായിരുന്നോ? ഞാൻ എന്റെ വഴിക്കും പോയി. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യട്ടെ, നിങ്ങൾക്കെന്താ? അവളെ നിന്റെ ഭാര്യയൊക്കെ അത് ഇതെന്ന് പറഞ്ഞ് ഇപ്പൊ എല്ലാം ഇല്ലാണ്ടായില്ലേ? ഇനി അവള് വരില്ല, ഇനി എന്റെ ജീവിതത്തിൽ നിധിയില്ല. അങ്ങനെ സുധീഷ് വളരെ ദേഷ്യത്തോടു കൂടി ഭാസ്കരനോട് സംസാരിക്കുമ്പോൾ അവിടേക്ക് വന്ന ഹരീഷ് സുധീഷിനെ പിടിച്ചു മാറ്റുകയാണ്. സുധീഷൻ എന്താ ചെയ്യുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, പോയടാ, അവള് പോയി, എന്നെ വേണ്ടെന്ന് പറഞ്ഞ് അവള് പോയത്. എല്ലാം അവസാനിച്ചു. ഈ കല്യാണം, അവള് നമ്മുടെ വീട്ടിൽ ജീവിച്ച ജീവിതം, നമ്മളെല്ലാവരും ചിരിച്ച് സന്തോഷമായിട്ട് ഇവിടെ കഴിഞ്ഞത്, എല്ലാം കഴിഞ്ഞു, അവസാനിച്ചു. സത്യമായിട്ടും ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. നിധി പോയടാന്ന് പറഞ്ഞ് കണ്ടു നിറങ്ങിയിരിക്കുകയാണ് സുധീഷ്. സുധീഷിന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ച് നികേഷിനെ കൂടി അകത്തേക്ക് പോവുകയാണ് ഹരീഷ്. കണ്ടു നിറങ്ങിയ സുധീഷ് ഓർക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിധിയുടെ കഴുത്തിൽ താലി കെട്ടിയത്, റിസപ്ഷനിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിധിയുടെ കഴുത്തിൽ താലി അണിയിച്ചത്. തുടർന്ന് സുഭാഷിനെയും കൂടി ഹോസ്റ്റലിലേക്ക് വന്ന നിധി ദിവ്യയെ പരിചയപ്പെടുത്തുകയാണ്. സുഭാഷ് പറയുന്നു, നമസ്കാരം മോളെ. മോള് റൂമൊക്കെ നോക്കിയായിരുന്നോ? എല്ലാം ഓക്കെ ആണോ? അപ്പൊ നിധി പറയുകയാണ്, റൂമൊക്കെ ഓക്കെയാണ് സുഭാഷ് ഏട്ടാ, ഹോസ്റ്റലല്ലേ, ഒരുപാടൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ സുഭാഷ് പറയുകയാണ്, നമ്മുടെ വീട്ടിൽ താമസിച്ചില്ലേ, അതിനേക്കാളും മോശമാകില്ലല്ലോ ഇവിടെ, ഇതാണോ മോളുടെ തീരുമാനം? അപ്പൊ നിധി പറയുകയാണ്, അതെ സുഭാഷ് ഏട്ടാ, ഇതേ ശരി. നിധി വാന്ന് പറഞ്ഞ് ദിവ്യ അവരെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് സുഭാഷ് വാർഡനുമായി സംസാരിക്കുകയും നിധി കൊടുക്കാനുള്ള ക്യാഷ് കൊടുക്കുകയുമാണ്. വേണ്ട സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, മോക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അങ്ങനെ സുഭാഷ് പണം കൊടുക്കുമ്പോൾ വാർഡൻ ചോദിക്കുന്നു, നിധിയുടെ ആരാ? അപ്പൊ സുഭാഷ് പറയുകയാണ്, നിധിയുടെ ചേട്ടനാ, പേര് സുഭാഷ്. വാർഡൻ ചോദിക്കുന്നു, നിങ്ങളല്ലേ ഗാർഡിയൻ, പ്രൂഫ് എന്തെങ്കിലും താ. സുഭാഷ് ആധാർ കാർഡ് എടുത്തു കൊടുക്കുകയാണ്. ശേഷം ഫോം എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. വാർഡൻ പറയുന്നു, നിധി ഇതാ റൂമിന്റെ കീ, നിധിയുടെ സാധനങ്ങളെല്ലാം റൂമിൽ കൊണ്ടുവച്ചോ. ശരി സുഭാഷ് ഏട്ടാ, ഞാൻ കൊണ്ടുവച്ചിട്ട് വരാന്ന് പറഞ്ഞ് ദിവ്യയുടെ ഒപ്പം ബാഗുമായി റൂമിലേക്ക് പോവുകയാണ് നിധി. കണ്ടു നിറങ്ങിയ പുറത്ത് നിൽക്കുന്ന സുഭാഷ് ഓർക്കുകയാണ് നിധിയുമായുള്ള നല്ല നിമിഷങ്ങൾ. അരികിലേക്ക് വന്ന നിധി സുഭാഷിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പറയുന്നു, സുഭാഷ് ഏട്ടാ വിഷമിക്കല്ലേ? അങ്ങനെയൊന്നും ഇല്ല മോളെ എന്ന് സുഭാഷ് പറയുമ്പോൾ നിധി കരയുകയാണ്. എന്തിനാ മോള് കരയുന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ കണ്ണീര് തുടച്ച നിധി പറയുന്നു, ഒന്നുമില്ല സുഭാഷ് ഏട്ടാ. അപ്പൊ സുഭാഷ് പറയുന്നു, അത് മോടെ വീടാ, മോക്ക്
മോക്ക് എപ്പോ വേണമെങ്കിലും അവിടെ വരാം. എന്തുണ്ടെങ്കിലും മോൾ എന്നെ വിളിക്കണം. മോൾ ഇവിടെ തനിച്ചാണെന്ന് വിചാരിക്കരുത്. മോക്ക് വേണ്ടി ഒരു വീടുണ്ട്. സ്വന്തം ആങ്ങളയായി ഞാനുണ്ട്, നികേഷുണ്ട്, ഹരീഷുണ്ട്. ഒന്നും ഓർത്ത് വിഷമിക്കരുത്. നീ ഇങ്ങനെ ഹോസ്റ്റലിലൊക്കെ വന്ന് താമസിക്കുന്നത് എനിക്ക് നല്ല വിഷമമാണ് മോളെ. അതുകൊണ്ട് മോൾ അവിടെ താമസിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. മോക്ക് എപ്പോ വേണമെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരാം. ഇത് കേട്ട് നിധി തലയാട്ടുമ്പോൾ സുഭാഷ് പറയുകയാണ്, മോളെ വിട്ടിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല. കൃത്യമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം. ഞാൻ പോയിട്ട് വരാം മോളെ. കരയാതെ മോളെ. മോൾ അകത്തേക്ക് പോ. രാത്രി ഒരുപാടായില്ലേ, അതുകൊണ്ടാ പറഞ്ഞത്. രാത്രി സമയത്ത് പുറത്തൊന്നും പോകരുത്. സൂക്ഷിക്കണം. ബസ്സിലൊന്നും പോയി കഷ്ടപ്പെടണ്ട. ഓട്ടോയിൽ പോയി ഓട്ടോയിൽ തന്നെ തിരിച്ചു വാ. അങ്ങനെ സുഭാഷ് തന്റെ കയ്യിലുള്ള കുറച്ച് പണം എടുത്ത് നിധിയുടെ നേരെ നീട്ടുകയാണ്. അപ്പൊ നിധി പറയുന്നു, വേണ്ട സുഭാഷ് ഏട്ടാ, അത് സുഭാഷ് ഏട്ടന്റെ കയ്യിലിരിക്കട്ടെ, വാങ്ങിക്കും മോളേന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, എന്റെ കയ്യിലുണ്ട് സുഭാഷ് ഏട്ടാ. അപ്പൊ സുഭാഷ് പറയുന്നു, അത് കയ്യിലിരിക്കട്ടെ, ഇത് സുഭാഷ് ഏട്ടൻ തരുന്നതല്ലേ, ചിലവിനിരിക്കട്ടെ എന്ന് പറഞ്ഞ് സുഭാഷ് ആ പണം നിധിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നിധി കണ്ണു നിറഞ്ഞ് സുഭാഷിനെ നോക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, മോക്ക് പണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സുഭാഷ് ഏട്ടനെ വിളിച്ചാൽ മതി, സുഭാഷ് ഏട്ടൻ കൊണ്ട് തന്നിട്ട് പോകാം. അപ്പൊ നിധി പറയുകയാണ്, എന്റെ കയ്യിലുണ്ട് സുഭാഷ് ഏട്ടാ, ഭക്ഷണത്തിനും കൂടി ഉള്ളതാണ് പേ ചെയ്തത്, ഒരു പ്രശ്നമില്ല. ശരി മോളെ, മോൾ അകത്തേക്ക് പോയിക്കോന്ന് സുഭാഷ് പറയുമ്പോൾ കണ്ണീര് തുടച്ച നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടൻ പോയോ, അത് കഴിഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് പോയിക്കോളാം. ശരി മോളെ, ഞാൻ ഇടയ്ക്ക് വരാന്ന് പറഞ്ഞ് അവിടെ വന്ന് പോകാനായി തുടങ്ങുന്ന സുഭാഷ് തിരികെ വന്ന നിധിയോട് പറയുന്നു, ഞാൻ പറയുന്നത് കേട്ട് തെറ്റിദ്ധരിക്കല്ലേ മോളെ, മോക്ക് കഴിയുമെങ്കിൽ സുധീഷിനോട് ക്ഷമിക്ക്. അവൻ മോശപ്പെട്ടവനൊന്നുമല്ല, അന്ന് മദ്യപിച്ച് ബുദ്ധിയില്ലാതെ എന്തൊക്കെയോ ചെയ്തതാ. അതുകൊണ്ട് അവനൊരു മോശപ്പെട്ടവനാണെന്ന് വിചാരിക്കരുത്. അവൻ നല്ലവനാ. അവന് എങ്ങനെ സംസാരിക്കണം, അവൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കണമെന്നൊന്നും അറിയില്ല. വീട്ടിലൊരു അമ്മയുണ്ടായിരുന്നെങ്കിൽ എല്ലാം അവന് മനസ്സിലായേനെ. അവനെ ഞാനല്ലേ വളർത്തിയത്. സാഹചര്യത്തിനനുസരിച്ച് അവനും വളർന്നു. എനിക്ക് ആ പ്രായത്തില് എന്താണോ അറിയാവുന്നത് അതാ ഞാൻ അവന് പറഞ്ഞു കൊടുത്തത്. എല്ലാവരോടും എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണമെന്നൊന്നും അവൻ അറിയില്ല. അതുകൊണ്ട് അവൻ ചെയ്തത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്, അവൻ ചെയ്തത് തെറ്റാ, വലിയ തെറ്റാ. എന്നാലും അവനോട് ക്ഷമിക്കാൻ പറ്റുമെന്ന് നോക്ക്. ഞാൻ പോട്ടെ മോളെ. സന്തോഷമായിട്ടിരിക്കുന്നു പറഞ്ഞ് നിധിയെ തലോടി സുഭാഷ് പറയുന്നു, മോൾ അകത്തേക്ക് വയ്ക്കോ, ഞാൻ പോവാം. ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് സുഭാഷിനെ തിരിഞ്ഞു നോക്കി നിധി അകത്തേക്ക് പോവുകയാണ്. സുഭാഷും കണ്ണു നിറഞ്ഞ് നിധി പോകുന്നത് നോക്കി നിൽക്കുന്നു. ശേഷം കണ്ണീര് തുടച്ച് സുഭാഷ് അവിടെ നിന്ന് പോവുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്